മഹാന്മാരുടെ വഴിയാണ് യഥാർത്ഥത്തിലുള്ള വഴി എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഇവിടെ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആശയ ആദർശം അത് തന്നെയാണ് ശരി എന്നല്ലാതെ മറ്റൊന്ന് ഒരാൾ വന്ന് പറഞ്ഞാൽ അതിനെയും അംഗീകരിക്കാൻ സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ഹശ്റിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്ന ഒരാശയമുണ്ട്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ആശയങ്ങൾ, ആദർശങ്ങൾ അത് നിങ്ങൾ നിർബന്ധമായിട്ടും മുറുകെ പിടിക്കണം എന്ന് തന്നെ. ഉടനെ തന്നെ അല്ലാഹു തആല പറയുന്ന വാക്കാണ് വമാ നഹാക്കും അൻഹു ഫൻതഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളോട് നിരോധിച്ച, ചെയ്യേണ്ട, അരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാറ്റിവെക്കണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അല്ലാഹു തആല നമുക്ക് പഠിപ്പിക്കുന്ന ഖുർആനിന്റെ വചനമാണ്. ഇത്ര സുന്ദരമാണ് ഈ വാക്കിലൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആശയങ്ങൾ എന്താണോ അത് തന്നെയാണ് ശരി. അപ്പൊ ബിദ്അത്ത് ശരിയല്ല. ബിദ്അത്തിനെ അംഗീകരിക്കാനേ പറ്റില്ല, ഒന്നിച്ച് കൂട്ടാനേ കഴിയില്ല. ഉടനെ തന്നെ അവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് അള്ളാഹുവിൽ നിന്ന് കിട്ടിയ വഹി തന്നെയാണ് എന്ന് അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സൂറത്തുൻ നജ്മിലൂടെ. വഹി കിട്ടാതെ ഒന്നും സംസാരിക്കേയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് പറഞ്ഞാലും അത് അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശമായിട്ടാണ് കാണേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വെറുതെ ഒന്നും പറയില്ല. ഞാൻ ഇതിങ്ങനെ എന്തിനാണ് പറയുന്നത് നിങ്ങൾക്ക് അവസാനം മനസ്സിലാവും. നിങ്ങൾ ചോദിച്ചത് ബിദ്അത്തിനെയും കൂട്ടിയിട്ടാണോ സുന്നത്ത് ജമാഅത്ത് മുമ്പോട്ട് പോകേണ്ടത്, നമ്മൾ മാത്രമാണ് ശരി എന്ന് പറയാൻ പറ്റുമോ എന്നാണ്. ആ ചോദ്യത്തിന്റെ മറുപടിയിലേക്കാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും വിഷയങ്ങൾ ഗഹനമായി തന്നെ അറിയൽ നല്ലതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിക്കുന്നത്, അവിടുന്ന് പറയുന്നത് വമാ യന്തിഖു അനിൽ ഹവ, സ്വന്തമായിട്ടൊന്നും പറയുന്നില്ല എന്ന് ഖുർആൻ തന്നെ സൂറത്തുൻ നജ്മിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ എന്ത് പറഞ്ഞാലും, ഞാൻ പറയാറുണ്ട് ഹദീസ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവൃത്തിയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ പ്രവർത്തിച്ചത് എന്തൊക്കെയുണ്ട് അത് ഹദീസായിട്ട് സ്വഹാബത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. സ്വഹാബത്തിലൂടെ വരുന്നതാണ് ഹദീസ്. രണ്ടാമത് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ, മൊഴി, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെയുള്ളത്. മറ്റൊന്ന് മൗനാനുവാദം, സമ്മതം കൊടുക്കുക. ഒരു കാര്യം ഇങ്ങനെ സ്വഹാബത്ത് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അതിന് സമ്മതം കൊടുക്കുക, ഞാൻ അങ്ങനെ എന്തെങ്കിലും വാക്കുകളിലൂടെ. അപ്പം അങ്ങനെയുള്ളതാണ് തിരുസുന്നത്ത് എന്ന് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വിഷയങ്ങളാണ് പിന്നീട് ഇസ്ലാമിക ശരീഅത്തിന്റെ ഓരോ നിയമങ്ങളായി വരുന്നത്. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു പറയാത്തതൊന്നും പറയില്ല, വഹീ മുഖാന്തരമാണ് എല്ലാം പറയുന്നത്. അതുപോലെ തന്നെ സൂറത്ത് ആലി ഇംറാൻ അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ വേണ്ടി പറയാണ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എന്നെ പിൻപറ്റണം, എൻ്റെ കൂടെ നിൽക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് സല്ലല്ലാഹു നിങ്ങളുടെ കൂടെ നിൽക്കണം, എന്നാൽ അള്ളാഹുവിൻ്റെ സ്നേഹം നിങ്ങൾക്കുണ്ടാകും. അങ്ങനെ ഹുബ്ബ് വെച്ചിട്ട് ജീവിക്കുമ്പോൾ നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പൊറുക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അക്ഷരാർത്ഥത്തിൽ പിൻപറ്റുക എന്നുള്ളതാണ് എന്ത് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ. മറ്റൊരാളെയും പിൻപറ്റുക എന്നുള്ളത് വരില്ല. അപ്പൊ എന്തെല്ലാം കുരുട്ട് ചോദ്യങ്ങളുണ്ടോ? അങ്ങനെ ഇല്ല. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റിക്കൊണ്ടാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. പലപ്പോഴും പറയാറുണ്ട് ഇഷ്ക്, ജസ്റ്റ് ഒന്ന് പറയാൻ ഇടയിലൊന്നും പറയണം. ഇഷ്ക് എന്ന് പറഞ്ഞാൽ അതൊരു മറ്റൊരു ലോകമാണ്. പക്ഷെ ഇഷ്ക് ഉണ്ടാകണമെങ്കിൽ ഫിഖ് നന്നായിട്ട് പരിചരിക്കണം. ഇസ്ലാം ശരീഅത്തെ ഒരാൾക്കില്ലെങ്കിൽ പിന്നെന്ത് മഹബത്താണ്? ശരീഅത്തുൽ ഇസ്ലാം നന്നായി പഠിക്കണം, ഫിഖ് നന്നായിട്ട് അറിയണം എന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞത്. ഇരിക്കട്ടെ, ആ വിഷയത്തിലേക്ക് ഞാൻ കൂടുതലായി കിടക്കുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂർണ്ണമായി അക്ഷരാർത്ഥത്തിൽ മുഴുവനായിട്ടും അംഗീകരിക്കുക, അവിടുത്തെ ചര്യകളെ പിൻപറ്റുക. അതുപോലെ തന്നെ സൂറത്തുൻ നിസായിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ട്, മൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
അവിടത്തേക്ക് എന്താ പറയാ, പൂർണ്ണമായും മടങ്ങിയാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പറഞ്ഞതനുസരിച്ചിട്ട് ഒരാൾ ചെയ്താൽ, അങ്ങനെ വഴിപ്പെട്ടാൽ അവൻ അള്ളാഹുവിനെയും വഴിപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. ഹദീസിലൂടെ എത്രയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അങ്ങനെയുള്ള വിഷയങ്ങൾ. ഞാൻ മറുപടിയിലേക്ക് കടന്നവരാണ്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. ആ ഹദീസ് വല്ലാത്തൊരു ഹദീസാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തുൽ കിറാമിനോട് ഒരു വിഷയം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ, ഹജ്ജുമായി ബന്ധപ്പെട്ട ഹജ്ജിന്റെ നിർബന്ധ കാര്യങ്ങൾ, ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞിങ്ങനെ വരുന്ന സമയത്ത് ഒരാൾ ആ പ്രസംഗത്തിൻ്റെയോ ആ ഒരു ക്ലാസ്സിൻ്റെ ഇടയിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ദഊനി മാ തറക്തുക്കും, നിങ്ങൾ അങ്ങനെ കുറെ ചോദിച്ചിട്ട് എന്തെല്ലാം ചെയ്യണ്ട, നിങ്ങൾ എന്തിനാ അങ്ങനെ ചോദിക്കുന്നത്? ഞാൻ ചെയ്യണ്ട എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട, കുറെ ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട, നമ്മളെ വിഷയം അതല്ല. അത് ഹദീസിന്റെ ഒരു തുടക്കമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങളെക്കാൾ മുമ്പുണ്ടായൊരു സമുദായം ഇങ്ങനെ അധപ്പതിച്ചത് കൂടുതൽ ചോദിച്ചത് കൊണ്ടാണ്. എന്നിട്ട് പറയുന്ന പോയിന്റാണ് നാം ശരിക്കും നോട്ട് ചെയ്യേണ്ടത്. വഖ്തിലാഫുഹും അലാ അംബിയാഇഹിം, അവർ അവരുടെ അമ്പിയാക്കളോട് അവർ എതിര് പ്രവർത്തിച്ചവരാണ്. അവരുടെ അമ്പിയാക്കൾക്ക് അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല, അമ്പിയാക്കൾ പറഞ്ഞത് അവർ കേൾക്കുന്നില്ല, അമ്പിയാക്കൾക്ക് പൂർണ്ണമായിട്ടും അവരെന്താണ് എതിരായിട്ടാണ് അവരുടെ ജീവിതം ഉണ്ടായത്. അപ്പൊ അമ്പിയാക്കളെ എതിർക്കുക എന്നുള്ളത് വലിയ തെറ്റാണ്. അവര് പറഞ്ഞ കാര്യത്തെ, അവർ പഠിപ്പിച്ച, അവർ നിർദ്ദേശിച്ച കാര്യത്തെ എതിർക്കുക എന്നുള്ളത് വലിയ കബീറത്താണ്, തെറ്റാണത്. അങ്ങനെ ചെയ്യുന്നവരാണ് ബിദ്അത്തുകാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് നിർദ്ദേശിച്ച പല കാര്യങ്ങളെയും അവരെതിർക്കുന്നുണ്ട്. അപ്പോൾ അവരോട് എങ്ങനെയാണ് നമ്മൾ സഹകരിച്ചു പോകുന്നത്? എങ്ങനെയാണ് അവരെ കൂടെ നിർത്തുന്നത്? അവരും ശരിയാണെന്ന് എങ്ങനെയാ പറയുന്നത്? ഞങ്ങൾ മാത്രമാണ് ശരി, അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പൊ എല്ലാ നിലക്കും അവരെ വിട്ടുനിൽക്കുന്നവരാണ്, അമ്പിയാക്കളോട് പല കാര്യത്തിലും എതിർക്കുന്നവരാണ്, അമ്പിയാക്കളുടെ സ്ഥാനമാനങ്ങൾ കുറവാക്കുന്നവരാണ്. ഇതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുന്നു, ഫൈദാ നഹൈതുക്കും അൻ ശൈഇൻ ഫജ്തനിബൂഹു, നിങ്ങളോട് ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യണ്ട, ചെയ്യണമെന്ന് പറഞ്ഞ കാര്യത്തെ നിങ്ങൾക്ക് ആവതനുസരിച്ച് നിങ്ങൾ ചെയ്തോളൂ. അത് കുറേ ചെയ്യണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. ആവതനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ ഇസ്തിത്വാഅത്ത് ഉണ്ടാകുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് കഴിയുന്നതനുസരിച്ചിട്ട്. ഇത് വളരെ സ്വഹീഹായ ഹദീസാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ധരിക്കുന്ന മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ഹദീസിൽ ഒരു മാറ്റവും പേടിക്കേണ്ടതൊന്നുമില്ല. ഖുർആൻ തന്നെ പറഞ്ഞില്ല ഫത്തഖുല്ലാഹ മസ്തതഅ്തും എന്ന് പറഞ്ഞിട്ട്. ആവതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി, കുറേ ഒന്നും ചെയ്യണ്ട. ഉള്ളതിന് ചുരുക്കാനും പോകണ്ട, തറാവീഹിന് ചുരുക്കിയതുപോലെ ചുരുക്കാനും പോകണ്ട. സ്വഹാബത്തുൽ കിറാമും പഠിപ്പിച്ചതും ദീനാണെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അവിടെയാണ് നമ്മുടെ മെയിൻ പോയിന്റ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് അവിടുത്തെ വാക്കുകളെ, അവിടുത്തെ അനുവാദങ്ങളെ, അവിടുത്തെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും അംഗീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയാണ് ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഇനി പറയുന്ന ഒരു ഹദീസ് വളരെ ഗഹനമായിട്ട് ആ വിഷയത്തിൽ നമ്മുടെ മനസ്സൊന്ന് നാം തട്ടി ഉണർത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് അവരെ കൂടെ നിർത്തി മുമ്പോട്ട് സുന്നത്ത് ജമാഅത്ത് കൊണ്ടുപോവുക? ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ്. ബഹുമാനപ്പെട്ട അബൂ നജീഹ് ഇർബാദ് ഇബ്നു സാരിയത്ത് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. മഹാനവറുകൾ വലിയ വ്യക്തിത്വമാണ്. ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായ ആളാണ്. മക്കയിൽ ഇസ്ലാം സ്വീകരിച്ച ആളുകളാണ്. അതിൽപ്പെട്ട ഒരാളാണ് ഇർബാദ് ഇബ്നു സാരിയത്ത് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറയുന്നു, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹി നിസ്കാര ശേഷം ഒരു വലിയ പ്രഭാഷണം നടത്താണ്. നിങ്ങൾ ചോദിച്ചത് കൊണ്ടൊന്നും കൂട്ടി പറയാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇത്രയും ഒരു വിശാലമായ വിഷയത്തിൽ ഞാൻ കൈകാര്യം ചെയ്തത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹി നിസ്കാര ശേഷം ഒരു വലിയ പ്രഭാഷണം നടത്തുകയാണ്. ആ പ്രഭാഷണത്തെക്കുറിച്ച് പറയുന്ന വാക്കുകൾ വല്ലാത്തതാണ്. വളരെയേറെ അർത്ഥവ്യാപ്തിയുള്ളതും അർത്ഥസമ്പുഷ്ടവുമായ, ഒരു മനുഷ്യന്റെ മനസ്സിന്, ഹൃദയത്തിനെ ഇളക്കിക്കളയുന്ന, കണ്ണുകളിൽ നിർത്താതെ കണ്ണുനീരൊലിപ്പിക്കുന്ന ഒരു വലിയ പ്രഭാഷണം അവിടെ നടക്കുകയാണ്. യുവാക്കളായ നാം ഒക്കെ ഇത് മനസ്സിലാക്കണം. അങ്ങനെയുള്ളൊരു വലിയൊരു പ്രഭാഷണം അവിടെ നടക്കുകയാണ്. മഹാനവറുകൾ ഇർബാദ് ഇബ്നു സാരിയത്ത് റളിയല്ലാഹു അൻഹു പറയാണ് അങ്ങനെ പ്രഭാഷണം. അപ്പോൾ നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗമാണോ, നമ്മളിൽ നിന്ന് വിട്ടുവരിയുന്നതാണോ എന്ന് വരെ തോന്നിപ്പോയി എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നതിന് ആ നിലക്കുള്ള ഒരു പ്രഭാഷണമായിരുന്നു അത്. അപ്പോൾ സ്വഹാബത്തുൽ കിറാം പറഞ്ഞുപോയി, ഫൗസൈന,
യാ റസൂലല്ലാഹ് നമുക്ക് വസിയത്തുകൾ പറയണം. അങ്ങനെ വരെ ചിന്തിപ്പിക്കുന്ന ഒരു പ്രഭാഷണമായിരുന്നത്. കാരണം ഒരാൾ വിട്ടുപോകുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ചെയ്യരുത് അങ്ങനെയൊക്കെ ഒരു ദുഃഖത്തോടെ പറയുന്ന, അല്ലെങ്കിൽ ഒരു വേദനിപ്പിക്കുന്ന രൂപത്തിൽ പറയുന്ന അങ്ങനെയുള്ള പ്രഭാഷണമായിരിക്കാം അത്. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്കുകൾ ഉപയോഗിക്കില്ലല്ലോ. സ്വഹാബത്താണ്, സ്വഹാബിയാണ്. അങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വസിയത്ത് പറയാണ്. അതേ വാക്ക് കൊണ്ട് തിരിച്ച് മറുപടി പറയാണ്, വസീകും ബിത്തഖ്വല്ലാഹ്, തഖ്വ കൊണ്ട് ഞാൻ നിങ്ങളുടെ വസിയത്ത് ചെയ്യാണ്. എന്നിട്ട് വസ്സംഇ വത്വാഅത്തി, നിങ്ങളുടെ ആ ഒരു ജീവിതം ഒന്ന് കേട്ടാൽ അത് നിങ്ങൾ മുറുകെ നിങ്ങളുടെ ത്വാഅത്ത് വളരെ ക്ലിയർ ആവണം. അതിൽ ഒരു വിട്ടുവീഴ്ച നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവരുത്. അള്ളാഹുവിലേക്കുള്ള ഒരു പ്രയാണമാണ് നിങ്ങൾ നടത്തേണ്ടത്. അള്ളാഹുവിനെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ഇത്രയും ഗഹനമായിട്ടുള്ള വിഷയം പറഞ്ഞ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന, നിങ്ങളെ പിന്നെ ഫസയറ ഇഖ്തിലാഫൻ കതീറ, കുറച്ച് കാലം കഴിഞ്ഞാൽ ധാരാളം ഭിന്നതകളുള്ള അഭിപ്രായങ്ങൾ പറയുന്ന, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത അഭിപ്രായങ്ങൾ പറയുന്ന ഇഖ്തിലാഫുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് ആ സമയത്ത് ചുരുക്കാണ്ട് അതിൽ ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, എൻ്റെ തിരുസുന്നത്തും അതുപോലെ തന്നെ എൻ്റെ പിൻഗാമികളായി വരുന്ന ഖുലഫാഉർ റാഷിദീൻ, അതാരാണ്? മഹാന്മാർ പറഞ്ഞതും നമുക്കറിയുന്നതുമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒന്നാമൻ, ഉമർ റളിയല്ലാഹു അൻഹു രണ്ടാമൻ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു മൂന്നാമൻ, അലി റളിയല്ലാഹു അൻഹു നാലാമൻ. ഈ ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറിയ മാത്രം പറഞ്ഞതല്ല, വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ, ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്തും അവരുടെ മാതൃകകളും നിങ്ങൾ എന്ത് ചെയ്യണം? മുറുകെ പിടിച്ചോളണം. നിർബന്ധമാണ് നിങ്ങൾക്കത്. അലൈക്കും എന്ന് ഉപയോഗിച്ചാൽ അത് നിർബന്ധ സൂചകമാണെന്ന് നാം നഹ്വിലൂടെ നാം പഠിക്കുന്നവരാണ്. അപ്പം ആ കാര്യത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം. അവരുടെ ചര്യകൾ നിങ്ങൾ ഒരിക്കലും രണ്ടാമതായി കാണരുത് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും പിടിക്കണം, ഇവരുടേതും പിടിക്കണം. ഒരിക്കലും അവരെ നിങ്ങൾ പിന്നിലാക്കരുത്. അതുപോലെ തന്നെ മഹാന്മാരുടേതും അൽ മഹ്ദീനെ വിശദീകരിച്ചുകൊണ്ട് അത് മഹാന്മാരാണെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഏതായാലും അവരെ പിൻപറ്റി ജീവിക്കണം, അവരുടെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം എന്നല്ലേ. എന്നിട്ട് ആ അലൈക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് അള്ളു അലൈഹ ബിൻ നവാജിദ്, നിങ്ങളതിനെ നിർബന്ധമായി പഠിക്കുന്നത് മാത്രമല്ല, അതിനെ ശക്തമായ ഭാഷയിൽ നിങ്ങളതിനെ വളരെ കൃത്യമായിട്ട്, വളരെ കവിയായ നിലക്ക്, ഏത് നിലക്ക് നിങ്ങൾക്ക് അതിനെ പിടിച്ചു വെക്കാൻ പറ്റുന്നുണ്ടോ അതെല്ലാം ശക്തിയോടുകൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പിടിച്ചു വെക്കണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്തൊരു നിർബന്ധത്തിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പം ഈ സുന്നത്തുകളൊക്കെ നിങ്ങൾക്ക് എത്തിയത് എങ്ങനെയാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്വഹാബത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരെ കണ്ടവരല്ലേ നമുക്ക് പഠിപ്പിക്കുന്നത്. അവരെ കണ്ട് ഈ ലോകത്തിൽ ഇസ്ലാമിൻ്റെ വിപ്ലവം തീർത്ത 4 മഹാന്മാരെ നമുക്കറിയാമല്ലോ. അവരാണ് 4 മദ്ഹബിൻ ഇമാമികൾ. അവരാണല്ലോ ശേഷം പിൽക്കാലക്കാർക്ക് ഈ വിവരണങ്ങളും ഇസ്ലാമിൻ്റെ നിയമങ്ങളും തിരുസുന്നത്തിൽ നിന്ന് കണ്ടെത്തിയ നിയമങ്ങളും ഖുർആനിൽ നിന്ന് കണ്ടെത്തിയ നിയമങ്ങളൊക്കെ സമൂഹത്തിലേക്ക് പഠിപ്പിച്ചു കൊടുത്തതാരാണ്? അവരെ മാറ്റി നിർത്തിയും കൊണ്ടാണ് ഇന്ന് വിദ്യാർത്ഥിക്കാർ പോകുന്നത്. അപ്പോൾ ആ അയിമ്മത്ത് മദ്ഹബിന്റെ ഇമ്മത്തുകൾ, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, അവരെ മുറുകെ പിടിക്കേണ്ടത് നമുക്ക് ബാധ്യതയാണ്. അവരിലൂടെയാണ് പിന്നീട് ഇസ്ലാം വരുന്നത്. അവരുടെ ശിഷ്യന്മാരാണ് അവരെന്ത് പറയേണ്ടത്. അങ്ങനെ വന്നിട്ടാണ് നമ്മുടെ കേരളത്തിൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിലേക്ക് ഈ ഒരു വിവരണ സുന്ദരമായിട്ട് എത്തുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള പണ്ഡിതന്മാര്, മുൻപത്തെ മുൻകാല സാദാത്യങ്ങൾ, അവർ പറഞ്ഞതിനെതിരാണല്ലോ നമ്മുടെ ബിദ്അത്തുകാർ പറയുന്നത്. കേരളത്തിൽ തന്നെ 100 വർഷത്തോളമേ ആയിട്ടുള്ളവർ. അപ്പോൾ അതിന് മുമ്പും ഇവിടെ പരിശുദ്ധ ഇസ്ലാമുണ്ട്, സുന്നത്ത് ജമാഅത്തുണ്ട്, ഇസ്ലാം ദീൻ വന്നിട്ടുണ്ട്, മാലിക് ദീനാർ തങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പഠിപ്പിച്ചതിനെതിരെ ഒരാൾ പറയുമ്പോൾ എങ്ങനെയാണ് അവരെ കൂടെ നിർത്താൻ പറ്റുക? എന്നിട്ട് പറയുന്നു ഇയ്യാക്കും മുഹ്ദഥാത്തിൽ ഉമൂർ, നിങ്ങൾ നിങ്ങളെയും സൂക്ഷിക്കണം. പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അവർ കേൾവില്ലാത്ത, അവർക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ നിങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ അവർ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുക? അതുകൊണ്ട് ഫഇന്ന കുല്ല ബിദ്അത്തിൻ ദലാല, ഇത്തരത്തിലുള്ള എല്ലാ ബിദ്അത്തും തള്ളിക്കളയേണ്ടതാണ്. അത് പിഴച്ചതാണ്, ഒരിക്കലും അത് ശറഈനോട് യോജിച്ചതല്ല.
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പഠിപ്പിക്കുന്നത് എന്ന് സ്വഹാബി പഠിപ്പിക്കുകയാണ്. ഈ ഹദീസ് ചെറിയ ഹദീസൊന്നല്ല. ഇമാം ദാവൂദ് റളിയല്ലാഹു അൻഹു, തിർമിദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ഹദീസ് ഹസനുൻ സ്വഹീഹാണെന്ന് വരെ ഈ വിഷയത്തിൽ പറയുന്നുണ്ട്. ഈ ഹദീസ് രണ്ടാളുകൾ മാത്രമല്ല, മറ്റുള്ള ഒരുപാട് മഹാന്മാർ ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം ഇബ്നു മാജ ഉദ്ധരിക്കുന്നുണ്ട്, അബൂ നഈം തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട് മുസ്തദ്റക്കിൽ, ഇമാം ത്വബറാനി റളിയല്ലാഹു അൻഹു കബീറിൽ ഉദ്ധരിക്കുന്നുണ്ട്, ബഗവി ഇമാം മുഅ്ജമു സ്വഹാബയിൽ ഉദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ എത്രയോ ആളുകൾ, അതുപോലെ തന്നെ സഹായി ഇമാം ഉദ്ധരിക്കുന്നുണ്ട്. തുടങ്ങിയ ഒരുപാട് മഹാന്മാർ, ഇമാമിയങ്ങൾ ഈ ഹദീദിനെ ഉദ്ധരിക്കുന്നുണ്ട്. ഒരുപാട് ലഫ്ളുകളിലൂടെ വന്നുകൊണ്ട് എന്തുമാകട്ടെ ഈ ഹദീദ് സ്വഹീഹാണ്, എന്തുമാവട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു ആശയം പഠിപ്പിച്ചല്ലോ, ഖുലഫാഉർ റാഷിദീനെ പിൻപറ്റണം. ഖുലഫാഉർ റാഷിദീൻ പഠിപ്പിച്ചതാണല്ലോ, അതിൽപ്പെട്ട ഒരു ഖലീഫ പഠിപ്പിച്ചതാണല്ലോ 20 റക്അത്ത് നിസ്കാരം. നമ്മളിലേക്ക് എത്തിച്ച് അതിനെ കൃത്യമാക്കി ഒരു കോർവയാക്കി കാണിച്ച ഉമർ റളിയല്ലാഹു അൻഹു ആണല്ലോ. എന്തുകൊണ്ട് അതിനെ അംഗീകരിക്കുന്നില്ല? ആ അംഗീകരിക്കാത്തവരെ കൂടെ നിർത്തിയിട്ട് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ആശയത്തെ അംഗീകരിക്കാൻ പറ്റുക? എങ്ങനെയാണ് ഇവരെ കൂടെ നിർത്താൻ പറ്റുക? ഒരിക്കലും സുന്നത്ത് ജമാഅത്തല്ലാത്ത ഒരു ആശയവും ശരിയല്ല. സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് ശരി. അത് സയ്യിദ് പറഞ്ഞാലും ആര് പറഞ്ഞാലും, വലിയ തറവാടിലുള്ള തങ്ങളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വലിയ പണ്ഡിതനെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സുന്നത്ത് ജമാഅത്തിനെതിരാണോ അയാൾ പറഞ്ഞത്? അയാളെ മാറ്റിയിട്ടേ നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പൊ സുന്നത്ത് ജമാഅത്തിനെതിരായ ഒരു ബിദ്അത്തിനെയും, ഏത് ബിദ്അത്തുകളാണെങ്കിലും, അത് ഏത് രൂപത്തിലുള്ള എത്ര വലിയ ആളാണെങ്കിലും അവരംഗീകരിച്ചുകൊണ്ട് അവരെ കൂടെ നിർത്തിക്കൊണ്ട് ഒരു സുന്നത്ത് ജമാഅത്ത് പ്രവർത്തനം നടത്താൻ കഴിയില്ല. സുന്നത്ത് ജമാഅത്ത് ഒന്നേ ഉള്ളൂ. അത് മഹാന്മാരുടെ ശൃംഖലയിൽ വന്ന ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, അതുപോലെ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു, റാഫി ഇമാം റളിയല്ലാഹു അൻഹു, നവവി ഇമാം റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങിയിട്ട് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിലൂടെ കേരളക്കരയിലേക്ക് എത്തിയ ആ ഫിഖ്ഹിലൂടെ വന്ന ആ ഒരു സുന്നത്ത് ജമാഅത്ത് ഉണ്ടല്ലോ, അവരംഗീകരിച്ചു കൊണ്ടുള്ള ആ ഒരു സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് ശരി. അതാണ് നാം പിൻപറ്റേണ്ടത്. ഇതാണ് നമുക്ക് ഇതിൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനും പറയാനുമുള്ള കാര്യം. ഇതല്ലാത്ത ഒന്നും നാം അംഗീകരിക്കാനോ നാം പറയാനോ പോകരുത് എന്ന് നാം തീർച്ചയായിട്ടും അറിയണം, മനസ്സിലാക്കണമെന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തി.